കുരിശിൽ പീഡകൾ സഹിച്ച് മരിച്ച ശേഷം യേശുവിനെ സംസ്കരിക്കാൻ ഉപയോഗിച്ച കച്ചയാണ് ടൂറിംഗ് കച്ച എന്നാണ് പരമ്പരാഗത ക്രൈസ്തവ വിശ്വാസം. വർഷങ്ങളായി ശാസ്ത്രലോകം വിവിധ തരത്തിലുള്ള ഗവേഷണങ്ങൾ ടൂറിംഗ് കച്ചയിൽ നടത്തിയിരുന്നു. ഇന്നും അത്തരം ഗവേഷണങ്ങൾ തുടരുന്നു എന്നതും ശ്രദ്ധേയം. അടുത്തിടെ ടൂറിംഗ് കച്ചയ്ക്ക് 2000 വർഷത്തോളം പഴക്കമുണ്ട് എന്ന് ഗവേഷണത്തിലൂടെ വീണ്ടും തെളിയിക്കപ്പെട്ടിരുന്നു. ടൂറിംഗ് കച്ചയുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി ഓഫ് പാദുവയിലെ പ്രൊഫസറായ ഗ്യൂലിയോ ഫാന്റി നടത്തിയ പഠനമാണ് ഇപ്പോൾ വാർത്താ പ്രാധാന്യം നേടിയിരിക്കുന്നത്. ടൂറിംഗ് കച്ചയുമായി ബന്ധപ്പെട്ട് 50ഓളം പഠനങ്ങൾ ഇതിനോടകം പ്രസിദ്ധീകരിച്ച വ്യക്തി കൂടിയാണ് പ്രൊഫസർ ഗ്യൂലിയോ ഫാന്റി. ടൂറിംഗ് കച്ചയിൽ കാണപ്പെട്ട രക്തക്കറകളാണ് പ്രൊഫസർ ഫാന്റി പഠനവിധേയമാക്കിയത്. ടൂറിംഗ് കച്ചയിൽ കാണപ്പെട്ട രക്തക്കറകൾ യേശുവിന്റെ പീഡാസഹനങ്ങളുടെ തീവ്രത വെളിപ്പെടുത്തുന്നവയാണെന്നും അത് സുവിശേഷത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നവയുമായി ഏറെ സാമ്യമുള്ളതായും ഫാന്റിയുടെ ഗവേഷണം വെളിപ്പെടുത്തുന്നു. രക്തക്കറകളുടെ മാക്രോസ്കോപ്പിക്, മൈക്രോസ്കോപ്പിക് അനാലിസിസിലൂടെയാണ് ഫാന്റി ഇക്കാര്യം കണ്ടെത്തിയിരിക്കുന്നത്. ഫാന്റിയുടെ പഠനമനുസരിച്ച് ടൂറിംഗ് കച്ചയിൽ പൊതിഞ്ഞ ശരീരത്തിലെ രക്തം 3 ദിശകളിലേക്ക് ഒഴുകിയതായി പറയുന്നു. ശരീരത്തിൽ നിന്ന് കുത്തനെയും സമാന്തരമായും 45 ഡിഗ്രി ചെരിഞ്ഞും രക്തം പ്രവഹിച്ചതായാണ് രക്തക്കറകൾ തെളിയിക്കുന്നത്. കച്ചയുടെ മുൻഭാഗത്തും സൈഡിലും കാണപ്പെട്ട രക്തക്കറകളിൽ നടത്തിയ പരിശോധനയാണ് ഈ നിഗമനത്തിന് നിദാനമായത്. ഒരുപക്ഷെ ശരീരം മാറ്റിയപ്പോൾ രക്തം പ്രവഹിക്കുന്നതിന്റെ ദിശ മാറിയതായിരിക്കാം എന്നും ഫാന്റി അഭിപ്രായപ്പെടുന്നുണ്ട്. ടൂറിംഗ് കച്ചയിൽ കാണപ്പെട്ട രക്തത്തിന് 3 വ്യത്യസ്ത നിറങ്ങൾ ഉണ്ടായിരുന്നതായും ഫാന്റിയുടെ പഠനം ചൂണ്ടിക്കാണിക്കുന്നു. മരണത്തിന് മുൻപും ശേഷവും ശരീരത്തിൽ നിന്ന് രക്തം പ്രവഹിച്ചതും രക്തം പ്രവഹിച്ച മുറിവുകളിൽ നിന്നും പുറത്തുവന്ന സെറം തുടങ്ങിയവ മൂലമാണ് പ്രസ്തുത നിറമാറ്റം ഉണ്ടായതെന്നും ഫാന്റി പറയുന്നു. കൽത്തൂണിൽ കെട്ടപ്പെട്ട് അടിയേറ്റപ്പോൾ എത്രത്തോളം ആഴമേറിയ മുറിവുകളാണ് യേശുവിന്റെ ശരീരത്തിൽ രൂപപ്പെട്ടത് എന്നതിന് കൃത്യമായ തെളിവാണ് ടൂറിംഗ് കച്ചയിലെ രക്തക്കറകൾ. മാത്രവുമല്ല, പീഡനങ്ങളുടെ തീവ്രത മൂലം പ്രവഹിക്കപ്പെട്ട രക്തത്തിന്റെ അളവും ടൂറിംഗ് കച്ചയിലെ രക്തക്കറകൾ വെളിപ്പെടുത്തുന്നതായി ഫാന്റി തന്റെ പഠന റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. ടൂറിംഗ് കച്ചയിൽ കാണപ്പെട്ട രക്തക്കറകൾ സുവിശേഷത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന പീഡാസഹന സംഭവങ്ങളുമായി ഒത്തുപോകുന്നവയാണെന്ന് ഫാന്റി ആവർത്തിക്കുന്നുണ്ട്. ടൂറിംഗ് കച്ചയിൽ കാണപ്പെട്ട രക്തക്കറകളിലെ ക്രിയേറ്റിനിൻ വെളിപ്പെടുത്തുന്നത് യേശു അനുഭവിക്കേണ്ടി വന്ന ഭീകരമായ മർദ്ദനങ്ങൾ, പ്രത്യേകിച്ച് ചാട്ടവാറടി എത്രത്തോളം ഭീകരമായിരുന്നു എന്നതിന്റെ തെളിവാണെന്നും ഫാന്റി പറയുന്നു. പീഡനങ്ങളുടെ തീവ്രത മൂലം ശ്വാസം എടുക്കാൻ പോലും യേശുവിന് സാധിക്കാതെ വന്നിട്ടുണ്ടെന്നും തൽഫലമായി ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറയാൻ ഇടയായിട്ടുണ്ടെന്നും രക്തക്കറകളിലെ ശാസ്ത്രീയ പരിശോധനകൾ തെളിയിക്കുന്നു. കൂടാതെ മർമ്മസ്ഥാനങ്ങളിൽ ഏറ്റ ചമ്മിട്ടിയടി ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം, പ്രത്യേകിച്ച് കിഡ്നിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയതായും പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട്. ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടും തൽഫലമായി ഹൃദയമിടിപ്പ് വർദ്ധിച്ചതും ഹൃദയാഘാതത്തിലേക്ക് നയിച്ചതോടെയാണ് മരണം സംഭവിച്ചതെന്ന് ഫാന്റിയുടെ പഠനം വെളിപ്പെടുത്തുന്നു. ഫാന്റിയുടെ പഠനം സുവിശേഷത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന പീഡാസഹനങ്ങളുമായി വളരെ സമാനതയുള്ളതായി മാജിസ് സെന്റർ ഓഫ് റീസൺ ആൻഡ് ഫെയ്ത്ത് പ്രസിഡന്റ് ഫാദർ റോബർട്ട് സ്പിറ്റ്സറും വെളിപ്പെടുത്തി. സുവിശേഷത്തിൽ പറയുന്നതുപോലെ പലതരത്തിലുള്ള മനുഷ്യന് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള വിവിധങ്ങളായ പീഡനമുറകളിലൂടെയാണ് യേശു കടന്നുപോയതെന്ന് ടൂറിംഗ് കച്ചയിൽ പതിഞ്ഞ രക്തക്കറകൾ വെളിപ്പെടുത്തുന്നതായി ഫാദർ റോബർട്ട് സ്പിൻസറും അഭിപ്രായപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കന ന്യൂസ്.